നമ്മുടെ ഇന്ത്യയിലുള്ള ചില ക്രൈസ്തവ സംഘടനകൾ, ചില എൻജിഒകൾ എല്ലാം ഇപ്പോൾ ഭയങ്കര ഭയത്തിലാണ്. കാരണം അവർ വിചാരിക്കുന്നത് പോലെ വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപയുടെ പൈസയൊന്നും തന്നെ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അക്കൗണ്ട് വഴിയൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പിടിച്ചിരിക്കുകയാണ്. അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് FCA എന്ന് പറയുന്നത്. അതായത് വിദേശ നാണയ വിനിമയം. അതിൽ ഒരു നിർണായകമായ ഒരു ഭേദഗതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നോക്കിയപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ FCRA നിയമ ഭേദഗതി ബില്ല് അതോടുകൂടി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചു. എന്നാൽ നിലവിൽ ഉടൻ തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ FCRA ബില്ല് പാസ്സാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ്. നിലവിൽ ആ ബില്ല് പാസ്സാക്കാനായിട്ട് കർശനമായ ഒരു വ്യവസ്ഥകൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ ഒരു ഭേദഗതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുകയാണ്. അതിൽ 5 ഭാഗങ്ങളിലായി സർക്കാർ നൽകിയ 105 പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ലക്ഷ്യമെന്നും തെളിവുകൾ സഹിതം വ്യക്തമാക്കിയെങ്കിൽ മാത്രമേ വിദേശ സംഭാവനയ്ക്ക് ഇനി മുതൽ അനുമതി കിട്ടൂ എന്ന ഒരു കർശനമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കത്തിന് മുന്നോടിയായാണ് സർക്കാർ നടപടിയെന്ന് സൂചനയുണ്ട്. പൊതുവായ ലക്ഷ്യമോ പ്രവർത്തനമോ ചൂണ്ടിക്കാട്ടി ഇനി മുതൽ വിദേശ സംഭാവനയ്ക്ക് അനുമതി തേടാനാവില്ല. മതം, വിദ്യാഭ്യാസം, സംസ്കാരം, സാമ്പത്തികം, സാമൂഹ്യം എന്നീ ഭാഗങ്ങളിലായി 105 തരം പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ പട്ടികയാക്കി കഴിഞ്ഞിട്ടുണ്ട്. തെളിവ് സഹിതം അപേക്ഷ നൽകിയാൽ അംഗീകരിക്കും. വിദ്യാഭ്യാസത്തിൽ സ്കോളർഷിപ്പ്, ഗവേഷണം, സ്കൂൾ, കോളേജ്, ലൈബ്രറികൾക്കായുള്ള സഹായം, പൊതുബോധവൽക്കരണം, ഭരണഘടനാ അവകാശം തുടങ്ങിയവയ്ക്കാകും സംഭാവന തേടാൻ അനുമതി നൽകുക. ഈ ക്രൈസ്തവ സ്കൂളുകൾ, ക്രൈസ്തവ കോളേജുകൾ അതെല്ലാം തന്നെ വിദേശ രാജ്യത്ത് നിന്നുള്ള ഫണ്ടുകളാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പലതരത്തിലുള്ള കള്ളപ്പണങ്ങളുണ്ട്, പലതരത്തിൽ കണക്കിൽപ്പെടാത്ത പണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലേക്ക് നികുതി അടച്ചുകൊണ്ടുവരുന്ന പണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള നിയമ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. മതപരമായ കാര്യങ്ങളിൽ ആചാര സംരക്ഷണം, ആരാധനാലയങ്ങളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും, മതഗ്രന്ഥങ്ങളുടെ അച്ചടി എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കും. ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കം ഈ FCRA നിയമം ലംഘിച്ചുകൊണ്ട് കൂടുതലായി ക്രൈസ്തവ സഭകളിലേക്ക് എത്തുന്ന പണങ്ങൾ അവർ കൂടുതലായി മതപരിവർത്തനത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ചില ടീമുകൾ വർഗീയ കലാപത്തിലേക്ക് ഈ പണം ഇറക്കി വിടുന്നുണ്ട്. ഈ വിഴിഞ്ഞം പോലുള്ള വർഗീയ കലാപങ്ങളിലൊക്കെ നമുക്കറിയാം, അവിടെ വലിയ രീതിയിൽ പണം ഒഴുകിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം. അതുകൊണ്ടാണ് ഇതിനൊരു മൂക്കുകയർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്നാൽ ഇതിലൊരു വ്യവസ്ഥ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. വ്യവസ്ഥ ലംഘിച്ചാൽ പിഴ അടക്കമുള്ള കർശന നടപടികളിലേക്ക് പോവേണ്ടി വരും. നിലവിലത്തെ പുതിയ വ്യവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FCRA രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇനി അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, വെബ്സൈറ്റുകൾ എന്നിവ സർക്കാരിനോട് വെളിപ്പെടുത്തണം. സ്ഥാപനമോ ഭാരവാഹികളോ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രസിദ്ധീകരണ പ്രവർത്തനം നടത്തിയാൽ അതിന്റെ വിവരങ്ങൾ വാർഷിക റിട്ടേണിൽ അറിയിക്കണം. പുസ്തകമായിക്കോട്ടെ, മാസിക ആയിക്കോട്ടെ, പുറമെ പത്രങ്ങളിൽ വരുന്ന ലേഖനങ്ങൾ പോലും ഇത്തരത്തിൽ വെളിപ്പെടുത്തണം. ഉള്ളടക്കത്തിന്റെ ചുരുക്കവും ഉൾപ്പെടുത്തണം. അനുവദിച്ച പ്രവർത്തനങ്ങൾക്കല്ലാതെ FCRA ഫണ്ട് ഉപയോഗിച്ചാൽ കുറഞ്ഞത് 1 ലക്ഷം രൂപയായിരിക്കും പിഴ. ദുരുപയോഗപ്പെട്ട തുക 1 ലക്ഷത്തിനു മുകളിലല്ലെങ്കിൽ 30% വരെ പിഴയായി ഈടാക്കാം. ഭരണപരമായ ചെലവുകൾ പരിധി വിട്ടാലും ലഭിച്ച തുക ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിച്ചാലും മിനിമം 1 ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരും. FCRA രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപ വിദേശ സഹായം ചെലവഴിച്ചിരിക്കണം. പ്രവർത്തനരഹിതമായ സ്ഥാപനങ്ങൾ FCRA ലൈസൻസ് കൈവശം വയ്ക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണിത്. ഒറ്റത്തവണ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള മുൻകൂർ അനുമതി നൽകുന്നതിനും ഉപാധികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ഗഡു സംഭാവനയുടെ 75% ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ തുടർ ഗഡുക്കൾ നൽകൂ. ആദ്യം സർക്കാരിനെ അറിയിച്ച് പ്രവർത്തന മേഖലയിലോ തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങളിലോ പിന്നീട് മാറ്റമുണ്ടായാൽ പ്രത്യേക അപേക്ഷ നൽകണം. ഇതിന് അംഗീകാരം നൽകിക്കൊണ്ട് ഗവേണിംഗ് ബോർഡിന്റെ പ്രമേയവും അപേക്ഷയ്ക്കൊപ്പം നൽകണം. സർക്കാരിന് അപേക്ഷ തള്ളാനും അധികാരമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ ഒരു പൂട്ടിട്ടിരിക്കുന്നത്. അതായത് മാന്യമായ രീതിയിൽ
ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഏതെങ്കിലും നമുക്കറിയാം ഏതെങ്കിലും വികാരികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പള്ളിയിലെ കപ്പ്യാർ പാസ്റ്റർ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലുള്ള ഇപ്പോൾ അമേരിക്ക ദുബായ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലടക്കം ഈ പള്ളികളിലൊക്കെ ചില പ്രസംഗിക്കാനായിട്ടൊക്കെ വിളിക്കും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ അവിടെ നിന്ന് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയൊക്കെ ആയിരിക്കും ഇവർക്ക് ഫണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ 50 ലക്ഷമൊക്കെ ഫണ്ട് കിട്ടും. ആ ഫണ്ട് കൃത്യമായി ഇവർ ഭാരതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു നികുതി പണം കൃത്യമായി വിദേശ FCR നിയമപ്രകാരം അത് കേന്ദ്രത്തിന് അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു നൂലാമാലകളും ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത്.